program. പ്രിയപ്പെട്ടവരെ, നമസ്തേ. പൂനം പാണ്ഡെ നിര്യാതയായി എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പരന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. ഇതൊരു കൃത്രിമ വാർത്തയായിരുന്നു. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. സെർവിക്കൽ ക്യാൻസർ കാരണമാണ് പൂനം മരിച്ചതെന്ന കൃത്രിമ വാർത്തയുടെ പിന്നിൽ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് പിന്നീട് പൂനം വിശദീകരിച്ചു. ഇന്റർനെറ്റ് പരത്തിക്കൊണ്ടിരുന്നപ്പോൾ മിസ് ഫോയ ഡിസൂസയുടെ ഒരു പോസ്റ്റും ഞാൻ കണ്ടു. അവരുടെ ടീം പലതവണ വാർത്തയുടെ ഉറവിടം പരിശോധിച്ചു. അപ്പോൾ അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് അവർ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്തു. എത്ര പേർ ഇതുപോലുള്ള ധാർമ്മിക പ്രവൃത്തി ചെയ്യും? മീഡിയയും ധാർമ്മികതയും എന്ന വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് 1970-കളിലെ വാട്ടർഗേറ്റ് സ്കാൻഡലാണ്. വാഷിംഗ്ടൺ പോസ്റ്റിലെ ലേഖകരായ ബോബ് വുഡ്വേർഡ് ആൻഡ് കാൾ ബേൺസ്റ്റീൻ എന്നിവരുടെ നിരന്തരവും ധീരവുമായ സത്യാന്വേഷണം അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ രാജിയിലാണ് കലാശിച്ചത്. ജനാധിപത്യത്തിന്റെ കാവൽ നായയായി മീഡിയ പ്രവർത്തിച്ചതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അന്വേഷണം. ഡിജിറ്റൽ മീഡിയയുടെ വരവോടെ, പ്രത്യേകിച്ചും സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മീഡിയ, ഇവരുടെ വരവോടുകൂടി ധാർമ്മികതയ്ക്ക് പുതിയ മാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തയുടെ വസ്തുതകൾ എന്താണെന്ന് പരിശോധിക്കാതെ കേവലം സെൻസേഷണലിസത്തിന് വേണ്ടി മാത്രം വാർത്തകൾ പടച്ചുവിടുന്ന സോഷ്യൽ മീഡിയ ഒരു ആധുനിക ഭസ്മാസുരനാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണാണ് മീഡിയ. സത്യസന്ധവും നിഷ്പക്ഷവുമായ റിപ്പോർട്ടുകൾ നൽകി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന വലിയ ദൗത്യമാണ് മീഡിയയ്ക്ക് നിർവഹിക്കാനുള്ളത്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് റഷ്യയിൽ ഇസ്വെസ്റ്റിയ, പ്രവദ എന്നീ 2 പത്രങ്ങളുണ്ടായിരുന്നു. ഇസ്വെസ്റ്റിയ എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം ന്യൂസ് എന്നാണ്. പ്രവദ എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം സത്യം എന്നാണ്. അപ്പോൾ പറയുമായിരുന്നു, പ്രവദയിൽ ന്യൂസ് ഇല്ല, ഇസ്വെസ്റ്റിയ ഇല്ല, ഇസ്വെസ്റ്റിയയിൽ പ്രവദയുമില്ല, സത്യമില്ല എന്ന് പറയുമായിരുന്നു. ഈ ഫേക്ക് ന്യൂസിന്റെ ആഗമനം സോഷ്യൽ മീഡിയയിലെ ഒരു നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം ഞാൻ ഫേക്ക് ന്യൂസ് അലേർട്ട് കൊടുക്കാൻ നിർബന്ധിതനായി. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കത്തിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചില കുൽസിത ബുദ്ധികൾ അവരുടെ ആവശ്യാനുസരണം വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടം നൽകി. മീഡിയ ലേഖകരും പത്രലേഖകരും വാർത്തകളുടെ സത്യം, സുതാര്യത ഇവ പരിശോധിച്ചേ വാർത്തകൾ എഴുതാവൂ. ദ സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ ജേർണലിസ്റ്റ് SPS അവർക്കൊരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. ഇത് പാലിക്കേണ്ടവർ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രസിദ്ധ പത്രപ്രവർത്തകനായ എഡ്വേർഡ് മുറോ പറഞ്ഞത് ഏറ്റവും പ്രസക്തമാണ്. ടു ബി പെർസുവേസീവ് വി മസ്റ്റ് ബി ബിലീവബിൾ. ടു ബി ബിലീവബിൾ വി മസ്റ്റ് ബി ക്രെഡിബിൾ. ടു ബി ക്രെഡിബിൾ വി മസ്റ്റ് ബി ട്രൂത്ത്ഫുൾ. വായനക്കാരെ സ്വാധീനിക്കണമെങ്കിൽ വിശ്വാസ്യത വേണം. വിശ്വാസ്യത വേണമെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ടാവണം. ക്രെഡിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ സത്യസന്ധമാകണം. രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മീഡിയയുടെ വായടയ്ക്കാൻ പല രാഷ്ട്രീയ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ട്. 1976-ലെ എമർജൻസിയുടെ കാലത്ത് പത്ര സെൻസർഷിപ്പ് അടിച്ചേൽപ്പിച്ചതും പിന്നെ ഒരുപാട് പത്രലേഖകരെ തുറുങ്കിലടച്ചതുമൊക്കെ നമ്മൾക്ക് അറിവുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്താ ക്യാപ്സ്യൂൾസ് പ്രചരിപ്പിച്ച് സത്യത്തെ കുഴിച്ചുമൂടാൻ കുൽസിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമല്ലാത്ത പത്രലേഖകരെ നിശബ്ദരാക്കാൻ എന്ത് ഹീന ശ്രമവും നടത്താൻ ഭരണകൂടത്തിന് മടിയില്ല. പത്രക്കാരെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് സർക്കാർ പരസ്യങ്ങൾ. പത്രം
നടത്തിക്കൊണ്ടു പോകാമെങ്കിൽ പരസ്യം കിട്ടിയേ മതിയാവുകയുള്ളൂ. അതില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പൊ സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടും മറ്റും വാർത്തകൾ തമസ്കരിച്ചുകൊണ്ടും മുന്നോട്ടു പോകാൻ പത്രങ്ങൾ നിർബന്ധിതരാകുന്നു. പിന്നെ ഉള്ള ഒരു തീരാശാപമാണ് ഈ പെയ്ഡ് ന്യൂസ്. പത്രസ്ഥാപനത്തിന് പണം കൊടുത്ത് എഴുതിപ്പിക്കുക എന്ന ജുഗുത്സാവഹമായ ഒരു ഏർപ്പാടാണിത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില മാഗസിൻസ് ഒക്കെ ദ ബെസ്റ്റ് 20 യൂണിവേഴ്സിറ്റീസ് ഇൻ ദ കൺട്രി, ദ ബെസ്റ്റ് 20 MBA ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ദ ബെസ്റ്റ് 20 ലോ കോളേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫീച്ചറുകൾ ഉണ്ടാക്കും. അവർ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്, എന്നിട്ട് റിസൾട്ട് പ്രസിദ്ധപ്പെടുത്തും. ഈ ലിസ്റ്റിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് വൻ തുകകൾ കൊടുക്കാൻ തൽപര കക്ഷികൾ തയ്യാറാകുന്നു. ഇത് സുതാര്യമല്ല, അതുകൊണ്ട് തന്നെ ഇത് സ്വീകാര്യവുമല്ല. 2018 കോബ്ര പോസ്റ്റ് നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ 136 എന്ന പേരിൽ കോബ്ര പോസ്റ്റ് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി. ഹിന്ദുത്വത്തിന് അനുകൂലമായും രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരെയുമുള്ള വാർത്തകൾ കൊടുക്കുവാനും ഇന്ത്യയിലെ പല മീഡിയ സ്ഥാപനങ്ങളും പണത്തിനു പകരമായി പ്രസിദ്ധീകരിക്കുവാൻ സന്നദ്ധരായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം അവർ പുറത്തു കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് സ്കാംസ് ഉണ്ട്. ആദർശ് സൊസൈറ്റി സ്കാം ബോംബെയിൽ ഉണ്ടായത്, രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റുകാരും റിയൽ എസ്റ്റേറ്റുകാരും കൂടെ തമ്മിലുണ്ടായ അവിശുദ്ധമായ ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അതുപോലെ എന്താണ് പെപ്സി കോക്ക് സ്പോൺസർഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. അനുകൂലമായ റിപ്പോർട്ടിങ്ങിന് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ മടിക്കില്ല എന്നാണ് ഇതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന ധാരാളം പത്രലേഖകരുണ്ട്, പത്രസ്ഥാപനങ്ങളുണ്ട്. സ്വതന്ത്രവും നിർഭയവുമായ പത്രപ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാർ. ഉദാഹരണത്തിന് ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, കാരവൻ, ദ വയർ, scroll.in തുടങ്ങിയ ഉദാഹരണങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നു. പത്രസ്വാതന്ത്ര്യം നിലനിർത്താൻ കോടതികൾ എടുത്ത ധീരമായ നടപടിയും പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1971 പാകിസ്ഥാൻ യുദ്ധത്തിലെ ചില ഡോക്യുമെന്റുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും സർക്കാർ അവരെ വിലക്കി. ഇത് പത്രസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് കാണിച്ച് അവര് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അത് ശരിവെച്ചു. പിന്നെ ഉള്ള ഒന്നാണ് ഷാബാനോ കേസ്. അതിൽ മുസ്ലിം വനിതകളുടെ വിവാഹമോചനത്തിനും മെയിൻ്റനൻസിനും വേണ്ടി സുപ്രീം കോടതി നൽകിയ തീരുമാനം ചരിത്ര പ്രസിദ്ധമാണ്, അല്ലെ? 78 ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോൾ CRPC 129 പ്രകാരം മെയിൻ്റനൻസിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് ഷാബാനോ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അത് അനുവദിച്ചു. യാഥാസ്ഥിതിക മുസ്ലിം പ്രമാണിമാരെ അത് ചൊടിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാമിക് നിയമത്തിന് വിരുദ്ധമാണെന്ന കാരണത്താൽ ഇവിടെയെല്ലാം പത്രങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അത് ശ്ലാഘനീയമായിരുന്നു. എന്നാൽ മുസ്ലിം വിമൻ ആക്ട് 1986 പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് എന്ന നിയമനിർമ്മാണത്തിലൂടെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. ഇത് വൻ എതിർപ്പുകൾക്ക് ആക്കം കൂട്ടി. നിയമം, ജെൻഡർ ജസ്റ്റിസ് എന്നീ ഘടകങ്ങളുടെ കോംപ്ലക്സ് ഇന്റർപ്ലേ ആണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അത് ഇന്നും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നു വരുന്ന ഇത്തരം വൈരുദ്ധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു യൂണിഫോം സിവിൽ കോഡിന് മാത്രമേ സാധിക്കൂ. കേരള ലവ് ജിഹാദ് കേസ് നോക്കുക. അഖില അശോകൻ എന്ന ഹൈന്ദവ വനിത ഷാഫിൻ ജാഫർ എന്ന മുസ്ലിം യുവാവിനെ ഭർത്താവായി സ്വീകരിച്ചു. ഇസ്ലാം മതവും സ്വീകരിച്ചു. ഹാദിയയുടെ പിതാവ് ഹേബിയസ് കോർപ്പസ് പെറ്റീഷനുമായി കോടതിയിൽ ചെന്നു. തന്റെ മകളെ നിർബന്ധ പരിവർത്തനം ചെയ്തു എന്നാരോപിച്ചുകൊണ്ട്. ഇത് ലവ് ജിഹാദ് എന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആരോപിച്ചു. കേരള ഹൈക്കോടതി അത് ശരിവെച്ചു. ഹാദിയയെ അവളുടെ രക്ഷകർത്താക്കളുടെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചു. എന്നാൽ ഹാദിയ സുപ്രീം കോടതിയെ സമീപിച്ചു.
എൻ്റെ ഇഷ്ടപ്രകാരമാണ് വിവാഹം നടന്നതെന്ന് അവർ ബോധിപ്പിച്ചു. 2018 ജഡ്ജ്മെന്റിലൂടെ സുപ്രീം കോടതി ഹാദിയയുടെ വാദം ശരിവച്ചു. വ്യക്തി സ്വാതന്ത്ര്യം, മതപരമായ വിശ്വാസം, ഒരാളുടെ വ്യക്തിപരമായ ചോയ്സ് നിയന്ത്രിക്കാനുമുള്ള അധികാരം, ഇതെല്ലാം ചർച്ചാ വിഷയമായി. മീഡിയ ഇതിൽ സുപ്രധാന റോൾ വഹിച്ചു. ഏത് മതവിശ്വാസം വേണം, ആരെ ഭർത്താവായി സ്വീകരിക്കണം, ഇതെല്ലാം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. ഭരണഘടന അനുശാസിക്കുന്ന ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ് ഫോർ ഓൾ സിറ്റിസൻസ്, ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു തീരുമാനമായിരുന്നു അത്. എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ച 2018 സുപ്രീം കോടതി ജഡ്ജ്മെന്റും വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി. ഇതിനു മുമ്പ് 10 മുതൽ 50 വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമല പ്രവേശനം നിഷേധിച്ചിരുന്നു. മതസ്വാതന്ത്ര്യം, പാരമ്പര്യം, ഭരണഘടനാപരമായ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഗൗരവമായ ചർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കി. മീഡിയയുടെ സെൻസേഷനലിസത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ISRO സ്പൈ കേസ്. കള്ളക്കഥകൾ മെനഞ്ഞ് രാഷ്ട്രീയ പകപോക്കലിന് വേദിയൊരുക്കിയ ഈ കഥ മീഡിയയുടെ സൃഷ്ടിയായിരുന്നു. 1994 നമ്പി നാരായണൻ എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ മറ്റു ചില ഉദ്യോഗസ്ഥരോടൊപ്പം ഇന്ത്യൻ ബഹിരാകാശ പ്രോഗ്രാമിന്റെ രഹസ്യരേഖകൾ പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് കൈമാറി എന്നതായിരുന്നു കേസ്. മാലദ്വീപിൽ നിന്നും എത്തിയ മറിയം റഷീദ എന്നൊരു സ്ത്രീയുടെ പരാതിയിൽ നിന്നാണ് ഇതിന്റെ ആവിർഭാവം. 2018 സുപ്രീം കോടതി നമ്പി നാരായണനെ കുറ്റവിമുക്തനാക്കി. കേരള ഗവൺമെന്റിനോട് അദ്ദേഹത്തിന്റെ മാനസിക ക്ലേശങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ ചില നടപടികൾ എടുത്തേ മതിയാവുകയുള്ളൂ. ഞാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കട്ടെ. 1. മാധ്യമ ലിറ്ററസി വളർത്തുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഫാക്ട് ചെക്കിങ്, മീഡിയ ലിറ്ററസി ഇവയൊക്കെ വർദ്ധിപ്പിക്കണം. ഇതിനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം. 2. തെറ്റായ വിവരണം, വിരോധം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, അശ്ലീല പരാമർശങ്ങൾ അടങ്ങിയ പോസ്റ്റുകൾ, ഇതൊക്കെ നിയന്ത്രിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തയ്യാറാകണം. ഇത് ഉറപ്പുവരുത്താൻ മോഡറേറ്റേഴ്സ് ഉണ്ടാവണം. ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ലഭ്യമാണല്ലോ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് നിയന്ത്രണങ്ങൾ കർക്കശമാക്കണം. 3. വാർത്തയുടെ ശരി മനസ്സിലാക്കാനുള്ള ഒരു സ്വതന്ത്ര ഏജൻസി ഉണ്ടാവണം. ഇൻഡിപെൻഡന്റ് ഫാക്ട് ചെക്കിംഗ് ഏജൻസി അത് ഉണ്ടാവണം. പിന്നെ 4. ഒരു നല്ല ശക്തമായ റെഗുലേറ്ററി അതോറിറ്റി വേണം. ശക്തമായ നടപടികൾ എടുക്കണം. നല്ല തലയെടുപ്പുള്ള സത്യസന്ധരായ ആൾക്കാർ വേണം അത് നിയന്ത്രിക്കേണ്ടത്. 1978 പ്രസ് കൗൺസിൽ ആക്ട് പ്രകാരം നിലവിൽ വന്ന സ്വതന്ത്ര പ്രസ്ഥാനമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. പത്രസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക, പിന്നീട് എഡിറ്റോറിയൽ ധാർമ്മികത ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് അതിനുള്ളത്. അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാ പത്രക്കാരും സ്വീകരിക്കേണ്ടതാണ്. PCIയെ ഒരു അഡ്വൈസറി ബോഡി എന്ന നിലയിൽ നിന്നും റെഗുലേറ്ററി ബോഡി ആക്കണം. പത്രസ്ഥാപനങ്ങൾ PCIയുടെ ഉപദേശങ്ങൾ കേട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന നില മാറണം. തിരുവിതാംകൂറിൽ നിന്ന് 1910 സെപ്റ്റംബർ 26 നാട് കടത്തപ്പെട്ട പൗരാവകാശങ്ങൾക്കും പത്രസ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ട നിർഭയനായ ഒരു പോരാളി നമുക്കുണ്ടായിരുന്നു. പേര് K. രാമകൃഷ്ണപിള്ള. അതെ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ. സ്വതന്ത്രവും നിർഭയവുമായ പത്രപ്രവർത്തനമാണ് ജനാധിപത്യത്തിന്റെ ജീവവായു. അത് ഒരിക്കലും വിഷലിപ്തമാക്കരുത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Bhavika, a student enrichment program.